ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു കിലോമീറ്റർ ഈ വാഹനം ഓടണമെങ്കിൽ ഏകദേശം നമുക്ക് എത്ര രൂപ മുടക്കുന്നുണ്ട്? നമ്മുടെ ബാറ്ററി വരുമ്പോഴും ബാറ്ററി നമ്മുടെ ലേസർ വെൽഡഡ് ബാറ്ററിയാണ് വരുന്നത്. IP67 മോഡൽ ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്ന മഹേന്ദ്രയുടെ 3 വീലർ സെഗ്മെൻറ്റിലെ ഏറ്റവും പുതിയ ഇലക്ട്രിക് വാഹനമായ യൂഡയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൊടുപുഴയുള്ള ഭാരത് മോട്ടോഴ്സിലാണ്. അപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് അജിത് ബ്രോയാണ്. ബ്രോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചരിത്രം കുറിക്കാൻ തന്നെ മഹേന്ദ്ര പുതിയ ഒരു സെഗ്മെന്റിലേക്ക് വന്ന ഒരു യൂഡോ എന്ന് പറഞ്ഞ വാഹനം ഇപ്പോൾ കമ്പനി പുറത്തിറക്കിയിട്ടുണ്ടല്ലേ. ഇതിനു മുമ്പ് നമുക്ക് ട്രിയോ എന്ന് പറഞ്ഞ വാഹനം ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല മൂവ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം തന്നെയായിരുന്നു ട്രിയോ എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പം വളരെയധികം മാറ്റങ്ങളല്ലേ, വളരെയധികം മാറ്റങ്ങളുമായിട്ടാണ് ഈ പ്രാവശ്യം വാഹനം വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബ്രോ അതിൻ്റെ മാറ്റങ്ങൾ, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? നേരത്തെ ഉണ്ടായിരുന്ന ട്രിയോ പ്ലസ് എന്നൊരു മോഡലായിരുന്നു നമുക്ക് അവസാനമായിട്ട് ഉണ്ടായിരുന്നത്. അത് നമുക്ക് ഏകദേശം കിട്ടിക്കൊണ്ടിരുന്നത് 150 കിലോമീറ്റർ ആയിരുന്നു. അതിൽ 167 കിലോമീറ്ററാണ് നമുക്ക് സർട്ടിഫൈഡ് റേഞ്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതിലും തികച്ചും വ്യത്യസ്തമാണ്. ഇതിന് ഏകദേശം 262 കിലോമീറ്റർ സർട്ടിഫൈഡ് റേഞ്ചാണ് വണ്ടിക്ക് പറയുന്നത്. 262 കിലോമീറ്റർ ആണ് പറയുന്നത്. നമുക്ക് റണ്ണിങ് കിലോമീറ്റേഴ്സ് ആയിട്ട് റേഞ്ച് ആയിട്ട് നമുക്ക് എങ്ങനെ പോയാലും നമുക്ക് 200 കിലോമീറ്റർ ഉറപ്പായിട്ടും നമുക്ക് കിട്ടും. പിന്നെ നിലവിൽ മറ്റൊരു ട്രിയോ ആയിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇത് വളരെ പ്രീമിയം മോഡലായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അതിൻ്റെ ഷേപ്പ് ആണെങ്കിലും നമ്മുടെ ഗ്ലാസ് ആണെങ്കിലും കുറച്ചും കൂടെ വൈഡായിട്ട് നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടുകളെല്ലാം മറച്ചുകൊണ്ടാണ് നമ്മുടെ ഈ വാഹനം തികച്ചും വിപണിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എത്ര കളേഴ്സിലാണ് ബ്രോ ഇത് വരുന്നത്? ഇതിപ്പോൾ നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള വരുന്നത് ഇത് ബ്ലൂ വരുന്നുണ്ട്, ഗ്രേ വരുന്നുണ്ട്, അതും കൂടാണ്ട് ഒരു ഗ്രീൻ കളറുമാണ് കേരളത്തിൽ അവൈലബിൾ ആയിട്ട് വരുന്നത്. 3 കളേഴ്സ്. ഓക്കെ, ഈ ഒരു തീം നമുക്ക് പണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ട്രിയോയിൽ വരുന്ന മോഡലിന്റെ ഒരു കളേഴ്സാണ് വരുന്നത്. ഈ ബ്ലൂവും വൈറ്റും വരുന്നത്. ഈ ബ്ലൂവും വൈറ്റും വരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന അതേ കളേഴ്സ് തന്നെയായിരുന്നു വരുന്നത്. സെയിം കളർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ജസ്റ്റ് വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകാം അല്ലേ? അതെ, നമുക്ക് ട്രിയോ ഇതുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വൈഡ് ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് വിസിബിലിറ്റിയൊക്കെ നല്ല രീതിയിൽ വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. സാധാരണ ഇത് ഒരു പ്രീമിയം വണ്ടി തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് വളരെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ വലിയ ഇൻഡിക്കേറ്റേഴ്സാണ് നമുക്ക് വരുന്നത്. അതും കൂടാണ്ട് നമ്മുടെ ഹെഡ്ലൈറ്റ് ആണെങ്കിലും മറ്റേ ട്രിയോയുടെ ഒക്കെ നമ്മുടെ ചെറിയ ഹെഡ്ലൈറ്റ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇതിലാകുമ്പോൾ ലാർജ് ഹെഡ്ലൈറ്റാണ് നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ അടുത്തതായിട്ട് വരുന്ന നമ്മുടെ മഹീന്ദ്രയുടെ ഒരു ലോഗോയാണ്. ഒരു വലിയൊരു ലോഗോയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് തന്നെ നമ്മുടെ മോഡലിൻ്റെ പേരായ യൂഡോ എന്നുള്ള പേരും അതിൻ്റെ കൂടെ നമ്മൾ ബഡ്ജ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ടയറിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ടയർ വരുന്നത് ഏകദേശം 12 ഇഞ്ചാണ് ടയർ വരുന്നത്. ഡുവൽ സസ്പെൻഷനും കൂടിയാണ് അതിൻ്റെ കൂടെ വരുന്നത്. ഫ്രണ്ടിൽ ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മിറേഴ്സും പറയുകയാണെങ്കിൽ വലിയ ലാർജ് മിററാണ് വരുന്നത്. എന്തുകൊണ്ട് വ്യക്തമായിട്ട് നമുക്ക് ബാക്കിൽ വരുന്ന വാഹനങ്ങൾ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് ഫുൾ വിസിബിലിറ്റിയോടെ കാണാൻ സാധിക്കും. മറ്റേതിൻ്റെ ആകുമ്പോൾ ചെറിയ ബൈക്കിൻ്റെ പോലത്തെ ചെറിയ മിററും കാര്യങ്ങളൊക്കെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. നമ്മുടെ സൈഡിലോട്ട് വരുമ്പം തന്നെ ആദ്യമായിട്ട് പറയേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രധാനമായിട്ട് ഇതിൻ്റെ വീൽ ബേസ് ആണ്. വീൽ ബേസ് വരുന്നത് 2100 mm ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവർക്ക് അത്യാവശ്യത്തിലേറെ നമ്മുടെ ഹെഡ് റൂമും അതിൻ്റെ കൂടെ ലെഗ് റൂമും വിശാലമായ ലെഗ് റൂമും ലഭിക്കുന്നതാണ്. ഈ 2100 mm വീൽ ബേസ് ഉള്ളതിനാൽ തന്നെ നമ്മുടെ വണ്ടിയുടെ അകത്തോട്ട് വരികയാണെങ്കിൽ തന്നെ ഇതിനകത്ത് ലഗേജ് ക്യാരി ചെയ്യാൻ ആവശ്യത്തിൽ കൂടുതൽ സ്പേസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ആൾക്കാർക്കാണെങ്കിലും സുഖമായിട്ട് വണ്ടിയിൽ ലെഗ് സ്പേസ് ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് നമുക്ക് വിശാലമായിട്ട് ഇരുന്ന് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ ചെറിയൊരു ഗ്രാഫിക് ഡിസൈൻ കൂടി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ യൂഡോയുടെ ചെറിയൊരു സ്റ്റിക്കറും കൂടി ഇതിൻ്റെ കൂട്ടത്തിലായിട്ട് വരുന്നതായിട്ടുണ്ട്. നമ്മുടെ ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 200 mm ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം പ്രായമായവർക്ക് വരെ സുഖമായിട്ട് ഇതിൽ കയറാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അകത്തോട്ട് വരികയാണെങ്കിൽ തന്നെ നമുക്ക് ലഗേജ് വരെ ക്യാരി ചെയ്യാൻ അത്യാവശ്യത്തിൽ കൂടുതൽ സ്പേസ് ഇതിനകത്ത് നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സാധാരണ കാറിൽ വരുന്നതോടെ ഒരു ബോട്ടിൽ ഹോൾഡറും കൂടെ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത് സാധാരണ ട്യൂബുലർ ഫ്രെയിമാണ്. നേരത്തെ ഒരു കമ്പിയാണ് സാധാരണയായിട്ട് വരുന്നത്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഒരു ബി പില്ലർ എന്ന പോലെ ഒരു സംവിധാനമാണ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതുമാണ്. ഇതിൻ്റെ ബാക്കിലെ ഡിസൈൻ വരുന്നത് തന്നെ ഒരു റോബോട്ടിക് ഡിസൈനായിട്ടാണ് ഇത് വരുന്നത്. ഏകദേശം നമുക്ക് സാധാരണ ഒരു പ്രീമിയം കാറിൻ്റെ ഒരു ലുക്ക് തന്നെയാണ് നമുക്ക് ഈ വണ്ടിയുടെ ബാക്ക് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ടെയിൽ ലൈറ്റ് വരുന്നത് ഏകദേശം നമുക്ക് കാറിൻ്റെ ടെയിൽ ലൈറ്റ് പോലെ തന്നെയാണ് നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബാക്കിലൊരു മഹീന്ദ്ര എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എഴുത്ത് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ മോഡലിൻ്റെ പേരായ യൂഡോയുടെ ഒരു ബാഡ്ജിങ് കൂടി അതിൻ്റെ കൂടെ വരുന്നുണ്ട്.
പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് വരുമ്പോൾ നമ്മുടെ സ്റ്റെപ്പിനി അതുപോലെ ടൂൾസ് കിറ്റും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം 1-2 ബാഗും കൂടെ അതിൻ്റെ കൂടെ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ വരുന്നത് നേരത്തെ നമ്മുടെ ട്രിയോ പ്ലസിൽ വന്നുകൊണ്ടിരുന്നത് ലീഫ് സ്പ്രിങ് സസ്പെൻഷൻ ആയിരുന്നു. ഇപ്പോൾ അത് മാറി ഇപ്പോൾ അതിൻ്റെ കോയിൽ ഫ്രീ സസ്പെൻഷനാണ് ഇതിലേക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിലാണെങ്കിൽ 2 റിഫ്ലക്ടറും കൂടി വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബോഡി ഫുള്ളും മെറ്റൽ ബോഡിയാണ് വരുന്നത്. ഡ്രൈവർ ക്യാബിനിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഇതിൻ്റെ നമുക്ക് മീറ്റർ കാണുമ്പം തന്നെ അറിയാം, ഒരു കാറിൻ്റെ ഒരു ലുക്കിലാണ് ഇതിൻ്റെ മീറ്റർ വരുന്നത്. മീറ്ററിനകത്ത് വരുന്നത് നമ്മൾ റേഞ്ച് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ബാറ്ററി പെർസെൻറ്റേജ് എന്തോരം ഉണ്ടെന്നും കൂടി ഇതിൻ്റെ കൂടെ എഴുതി കാണിക്കുന്നുണ്ട്. അതിൻ്റെ മേളിൽ കാണിക്കുന്ന കിലോമീറ്ററാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ നമ്മുടെ മോഡിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ 3 മോഡാണ് വരുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈഡ്, റേഞ്ച്, റേസ് എന്ന 3 മോഡാണ്. അതായത് നമ്മൾ സാധാരണ വണ്ടിയിൽ ഇടുന്ന പോലെ തന്നെ പ്ലസോ മൈനസോ ഇടുന്ന പോലെ തന്നെ നമുക്ക് മാറ്റി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. റേഞ്ച് മോഡാണെങ്കിൽ നമ്മളൊരു 40 കിലോമീറ്റർ സ്പീഡ് വരെ പോവാം. റൈഡ് ആണെങ്കിൽ ഒരു 45 കിലോമീറ്റർ സ്പീഡിൽ വരെയാണ് വണ്ടി പോകുന്നത്. അല്ല നമുക്ക് ക്വിക്കായിട്ട് എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ റേസ് മോഡിലിട്ട് കഴിഞ്ഞാൽ വണ്ടി ഏകദേശം ഒരു 55 കിലോമീറ്റർ സ്പീഡിൽ വരെ നമുക്കത് പോകുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൺട്രോൾസ് വരുന്നത് സെൻറ്ററിൽ ന്യൂട്രലാണ്. ഇത് പിന്നെ ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഡ്രൈവ് മോഡായി. അത് ന്യൂട്രൽ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ ബാക്കിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് റിവേഴ്സ് മോഡുമായി. ഓക്കെ. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ തന്നെ വരുന്നത് ഇൻഡിക്കേറ്റേഴ്സാണ്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ, റൈറ്റ് ഇൻഡിക്കേറ്ററുമാണ് വരുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഹോണാണ് വരുന്നത്. അതിൻ്റെ മേളിൽ ഡിമ്മും ബ്രൈറ്റും ലൈറ്റാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ തന്നെ നമ്മുടെ പാർക്ക് ലൈറ്റും ബ്രൈറ്റ് ലൈറ്റുമാണ് ഇവിടെ വരുന്നത്. ഇത് നമ്മുടെ ഹസാർഡ് സ്വിച്ചാണ്, ഡബിൾ ഇൻഡിക്കേറ്ററാണ് വരുന്നത്. അതിൻ്റെ കൂടെ ഇപ്പറ വരുന്നത് വൈപ്പർ സ്വിച്ചാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റും കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്കൊരു ബോട്ടിൽ ക്യാരി ചെയ്യാനായിട്ട് ചെറിയൊരു സ്പേസും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഫിറ്റിങ്സ് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 3 ഡമ്മി സ്വിച്ചും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നതായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു വലിയൊരു ഗ്ലൗ ബോക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് നേരത്തെ ട്രൈയോയിൽ കിട്ടിക്കൊണ്ടിരുന്ന ഗ്ലൗ ബോക്സിൻ്റെ മേളിലായിരുന്നു. അത് ചെറിയൊരു ഗ്ലൗ ബോക്സ് ആയിരുന്നു. താരതമ്യേന അത് വെച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു ഗ്ലൗ ബോക്സ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ ബ്രേക്കിംഗ് വരുന്നത് ഇവിടെയാണ്. അതിൻ്റെ താഴെയായിട്ടാണ് നമുക്ക് അതിൻ്റെ ബ്രേക്കിംഗ് സംവിധാനം കാണാൻ പറ്റുന്നത്. പിന്നെ ഇത് വരുന്നത് ഇതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇത് ഹാൻഡിലിങ്ങിലാണെങ്കിലും കുറച്ച് വൈഡായിട്ടുള്ള ഹാൻഡിലിംഗ് ആണ് നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ ഇരുന്നോട്ട് നമുക്ക് ട്രിയോ പ്ലസിൽ കുറച്ചും കൂടി എന്നാ പറയുക, കുറച്ചും കൂടി അടുത്തായിരുന്നു ഹാൻഡിലിങ്. അന്നേരം നമുക്ക് ഓടിക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം നമുക്ക് എന്തുകൊണ്ടും നമ്മൾ വിശാലമായിട്ടുള്ള റൈഡിങ് കംഫോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഒരാൾക്കാണെങ്കിൽ തന്നെ നല്ല ഹെഡ് റൂമും കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്ക് ഫ്രണ്ടിലേക്കാണല്ലോ നല്ല ലെഗ് റൂമും നമുക്ക് ലഭിക്കുന്നതായിട്ടുണ്ട്. ഇത് ബാറ്ററി വരുന്നത് ലേസർ വെൽഡഡ് ബാറ്ററിയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ ഐഡി വരുന്ന IP67 ആണ് വരുന്നുകൊണ്ടിരുന്നത്. നേരത്തെ മോട്ടറിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമുക്ക് ബാറ്ററിക്കും IP67 ലഭിക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഇതിലേക്ക് ഹാൻഡിലേക്ക് വരികയാണെങ്കിൽ ഇതിലൊരു ക്രീപ്പ് മോഡ് വരുന്നുണ്ട്. അതായത് നമ്മൾ ഈ ട്രാഫിക് കണ്ടീഷനിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ വരികയാണെങ്കിൽ തന്നെ നമ്മുടെ ഈ ആക്സലറേറ്ററും ബ്രേക്കും കൊടുത്തില്ലെങ്കിൽ തന്നെ വണ്ടി തന്നെ മൂവ് ആവുന്നതാണ്. നമ്മളൊന്ന് ജസ്റ്റ് ബ്രേക്ക് ഓട്ടി അവിടെ നിന്നോളും. അത് കഴിഞ്ഞ് ബ്രേക്ക് റിലീസായാൽ തന്നെ ട്രാഫിക്കിലൂടെ പോകാനാണെങ്കിൽ നമുക്ക് ഈസിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇത് റിവേഴ്സ് ത്രോട്ടിൽ എന്ന് പറഞ്ഞൊരു സംവിധാനം കൂടി അഡീഷണൽ ആയിട്ട് ഇതിൽ വരുന്നുണ്ട്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ റിവേഴ്സായിട്ട് ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് ബ്രേക്കിംഗ് സംവിധാനം കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ ചാർജ് നമുക്ക് കസ്റ്റമറിന് കൊണ്ടുപോയി ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞില്ല. അന്നേരം നമ്മുടെ ചാർജിങ് പോർട്ട് വരുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത് കേട്ടോ. നമുക്ക് എത്രയാണ് ഇതിൻ്റെ ഒരു റേഞ്ച് പറയുന്നത്? അതായത് നമ്മുടെ സർട്ടിഫൈഡ് റേഞ്ച് പറഞ്ഞാൽ 262 കിലോമീറ്റർ ആണ്. നമുക്ക് റണ്ണിങ് കിലോമീറ്റേഴ്സ് എങ്ങനെ പോയാലും ഒരു 200 കിലോമീറ്റർ നമുക്ക് റണ്ണിങ് കിലോമീറ്റേഴ്സ് ആയിട്ട് കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ ഇതിൻ്റെ വാറണ്ടി പറയുന്ന വാറണ്ടി 6 കൊല്ലം അല്ലെങ്കിൽ 1,50,000 കിലോമീറ്റർ ആണ് ഇതിൻ്റെ വാറണ്ടി പീരീഡ്. 6 വർഷം വരെയാണ് 6 വർഷമാണ് ഇതിൻ്റെ വാറണ്ടി പറയുന്നത്. നമുക്ക് നേരത്തെ ട്രിയോ പ്ലസിലാണെങ്കിൽ 5 വർഷവും 1,20,000 കിലോമീറ്ററും ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇതിന് 6 വർഷവും 6 വർഷം 1,50,000 കിലോമീറ്റർ
കിലോമീറ്റർ ആയി വാറണ്ടി. 1,50,000 കിലോമീറ്റർ ആണ് നമുക്ക് പറയുന്നത്. ഓക്കെ. അതിന്റെ കൂടെ തന്നെ പറയാൻ പറ്റുന്ന നമുക്ക് ഇതിന്റെ പ്രൈസ് റേഞ്ച് ഇപ്പൊ ഓൺ റോഡ് പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 3,85,000 രൂപയാണ്. 3,85,000 രൂപ ഓൺ റോഡ് പ്രൈസ്. നമുക്ക് എത്ര വരെ നമുക്ക് ഫിനാൻസിലേക്ക് വന്ന് നമുക്ക് എത്ര വരെ ഫിനാൻസ് നമുക്ക് കിട്ടുമായിരിക്കും? ഫിനാൻസ് ഡൗൺ പേയ്മെന്റ് അത്യാവശ്യം ട്രാക്ക് റെക്കോർഡും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ ഏകദേശം ഒരു 85% 90% വരെ നമുക്ക് ഫിനാൻസ് കിട്ടുന്നത്. ഏകദേശം 60,000 അല്ലെങ്കിൽ 70,000 60 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെ ഇനി പ്രധാനപ്പെട്ട ഒരു ഘടകം നമുക്ക് അറിയാനുള്ളത് ഇതിന്റെ ഒരു ബാറ്ററിയുടെ ചാർജിങ്ങിന്റെ ടൈമാണ്. അപ്പൊ എങ്ങനെയാണ് വരുന്നത്? ചാർജിങ്ങിന്റെ ടൈം വരുന്നത് സാധാരണ 4.5 മണിക്കൂറായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇതിന്റെ ഒരു സെൽ ബാലൻസിങ് കൂടി വേണം എന്നുള്ളതിനാൽ തന്നെ 4.5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും. 5.25 മണിക്കൂർ കഴിഞ്ഞ് ഓട്ടോമാറ്റിക് ആയിട്ട് അത് കട്ട് ഓഫ് ആകും. 0 to 100% ആവാൻ വേണ്ടി എടുക്കുന്നത് 5.25 മണിക്കൂറാണ് നിലവിലെടുക്കുന്നത് വരുന്നത്. അപ്പൊ നമ്മൾ വീട്ടിൽ ചാർജ് ചെയ്യാൻ പറ്റുന്നല്ലേ? അതെ. നമുക്ക് 2 ടൈപ്പ് ചാർജർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒന്ന് നമുക്ക് ബോൾട്ട് ചാർജർ എന്ന് പറയും. ബോൾട്ട് ചാർജർ നമുക്ക് വീട്ടിൽ വന്ന് മെയിനിലേക്ക് ഫിക്സ് ചെയ്ത് തരും. അതായത് സാധാരണ നമ്മുടെ ഒരു സ്വിച്ചിലേക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സാധനം ട്രിപ്പ് ആവാൻ സാധ്യതയുണ്ട്. അത് ഇത്രയും കറണ്ട് എനർജി വേണ്ടത് കൊണ്ട് ട്രിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് മെയിനിലേക്ക് വന്ന് ഡയറക്റ്റ് വന്ന് മഹീന്ദ്രയിൽ നിന്ന് തന്നെ ആള് വന്ന് കണക്ഷൻ ചെയ്തു തരും. അതുമല്ല നമുക്ക് എന്തെങ്കിലും ചാർജിങ് സ്റ്റേഷനിലൊക്കെ പോയി ചാർജ് ചെയ്യണമെങ്കിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ വേറൊരു ചാർജറും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുവഴി നമുക്ക് ചാർജ് സ്റ്റേഷനിൽ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു കിലോമീറ്റർ ഈ വാഹനം ഓടണമെങ്കിൽ ഏകദേശം നമുക്ക് എത്ര രൂപ മുടക്കുന്നുണ്ട്? അതായത് നമുക്ക് ഈ വണ്ടി നമുക്ക് ഫുൾ ചാർജ് ആവണമെങ്കിൽ ഏകദേശം നമുക്ക് ഫുൾ ചാർജ് ആയി 200 കിലോമീറ്റർ ഞാൻ ഓടാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. 200 കിലോമീറ്റർ ഓടണമെങ്കിൽ നമുക്കൊരു 100 രൂപ താഴെയാണ് ചെലവ് വരുന്നുള്ളൂ. അതായത് 5.25 മണിക്കൂർ കുത്തിയിടുമ്പോൾ അതിനനുസരിച്ചുള്ള യൂണിറ്റ് കറണ്ടാണ് നമ്മുടെ ഇതിൽ നിന്ന് വലിക്കുന്നുള്ളൂ. അത് സാധാരണ നമ്മളൊരു ഡീസൽ ഓട്ടോ എടുക്കുകയാണെങ്കിൽ തന്നെ ഡീസൽ ഓട്ടോ ഒരു 200 കിലോമീറ്റർ ഓടണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 800 രൂപയ്ക്കെങ്കിലും ഡീസൽ അടയ്ക്കേണ്ടി വരും. 800 അല്ലെങ്കിൽ 700 രൂപയ്ക്കെങ്കിലും അടിക്കേണ്ടി വരും. ഇതാകുമ്പോൾ അതിൽ നിന്ന് മാറി ഒരു 100 രൂപ മാക്സിമം വരും. 700 രൂപ അതിൽ നിന്ന് തന്നെ നമുക്ക് ലാഭം കിട്ടുന്നു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ ഓട്ടോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് EMI എടുക്കണ ഒരു കസ്റ്റമർ ആണെങ്കിൽ 700 രൂപയിൽ ഒരു 300 രൂപ വെച്ചും ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം ആകുമ്പോഴത്തേക്കും ആ പൈസ കൊണ്ട് നമുക്ക് സുഖമായിട്ട് EMI അടഞ്ഞു പോകും. ഓക്കെ. പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചാർജറിന്റെ എങ്ങനെ വാറണ്ടി വരുന്നുണ്ടോ? എങ്ങനെയാണ് വരുന്നത്? ചാർജറിന്റെ 3 കൊല്ലമാണ് വാറണ്ടി വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അഡീഷണൽ വാങ്ങണമെങ്കിൽ വാങ്ങാനായിട്ട് സാധിക്കും. അതെ. അപ്പോൾ നമ്മൾ ഫിനാൻസിന്റെ കാര്യം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമുക്ക് ഫിനാൻസ് വന്ന് നമുക്ക് എങ്ങനെ മുദ്ര ലോൺ അവൈലബിൾ ആണോ? എങ്ങനെയാണ്? അതെ, മുദ്ര ലോൺ നമുക്ക് അവൈലബിൾ ആണ്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുദ്ര ലോൺ കിട്ടുന്നത് നമ്മുടെ റീസെന്റ് അടുത്തുള്ള ബ്രാഞ്ചസിൽ നിന്നാണ് ബാങ്കുകളിലും പൊതുവെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമീൺ ബാങ്കിലാണ് നമുക്ക് മെയിനായിട്ട് മുദ്ര ലോൺ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മുദ്ര ലോണിലാണെങ്കിൽ ഏകദേശം ഒരു 85% വരെ മാക്സിമം 85% വരെയാണ് മുദ്ര ലോൺ കിട്ടുന്നത്. സാധാരണ നമുക്ക് ഫിനാൻസിലൊക്കെ ആണെങ്കിൽ ഫ്ലാറ്റ് ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. ആദ്യം തൊട്ട് അവസാനം വരെ സെയിം ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. ഈ മുദ്ര ലോണിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അടച്ചു പോവുകയോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവസാനം ആകുമ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞാണ് വരുന്നത്. ഫ്ലാറ്റ് അല്ല, ഇൻട്രസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടല്ല വരുന്നത്. നോർമലി ഒരു കസ്റ്റമർ ഒരു വണ്ടി ലോൺ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഏകദേശം ഒരു 2 ലക്ഷം രൂപയോ സംതിങ് അത്രയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടൊക്കെ നമുക്ക് കൂടുതൽ അടയ്ക്കേണ്ടി വരും. ഇതിൽ അത്രയും വരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ബ്രോയുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മൾ പുതിയ യൂഡിനെ കുറിച്ച് അറിയാനുണ്ടെങ്കിൽ തീർച്ചയായും ബ്രോനെ കോൺടാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ വാഹനം അവൈലബിൾ ആണല്ലോ അല്ലേ? അതെ, ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വാഹനം അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ബുക്കിംഗ് എടുത്തു തുടങ്ങിയോ വാഹനം? ബുക്കിംഗ് ഓൾറെഡി നമ്മൾ ഇന്ന് ലോഞ്ച് ചെയ്തപ്പോഴത്തേക്ക് ഒരു ബുക്കിംഗ് ഓൾറെഡി ആയി. 1-2 കസ്റ്റമേഴ്സ്, 2 ഒരു 5-6 കസ്റ്റമേഴ്സ് വന്ന് നമ്മളോട് വന്ന് ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചെയ്യിച്ചേണ്ട അവർക്ക് താല്പര്യമാണ് എന്ന രീതിയിലാണ് നമ്മളോട് സംസാരിച്ചത്. സ്റ്റോക്ക് അവൈലബിൾ ആണല്ലോ അല്ലേ? സ്റ്റോക്ക് അവൈലബിൾ ആണ്. അത് നമ്മുടെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 10 ദിവസത്തിനുള്ളിൽ നമുക്ക് വണ്ടി നമ്പർ പ്ലേറ്റ് രജിസ്ട്രേഷൻ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇറക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അതിന് ചെറിയ കാര്യമായിട്ട് പറഞ്ഞിട്ട് നമ്മൾ മഹീന്ദ്ര ട്രിയോ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ചെയ്യണം. ഏകദേശം സെയിം പാർട്ടിയുടെ പാക്കേജിങ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കുറച്ചുകൂടെ റേഞ്ച് വാങ്ങുന്നത് കൂടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുതിയ യൂഡോയുടെ ഷേപ്പ് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ മറ്റേ സുഹൃത്തുക്കളൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബ്രോ താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.